പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ഈ കൃപ അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, വലിയ ദൈവിക രക്ഷാകര സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കാസ് സുവിശേഷകന്മാർ പറയും, അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളിച്ചതുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ പറയും, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. കാരണം ആ സമയത്ത് അടുത്ത് നമ്മൾ ധ്യാനിക്കുന്നത്, ഈ സമയത്ത് കർത്താവ് ഇങ്ങനെ നിലവിളിച്ച് മരിച്ച സമയം, അല്ലെങ്കിൽ ആത്മാവിനെ സമർപ്പിച്ച സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിലെ ഒരു സംഭവം നമുക്കറിയാം. ശതാധിപനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അവൻ സത്യമായ ദൈവപുത്രനാണ്. ഈശോ മരിച്ച സമയത്ത് ഭൂമി കുലുങ്ങി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇത് കണ്ടുകൊണ്ടിരുന്ന ശതാധിപനെ ഉറക്കെ നിലവിളിച്ച് പറയുന്നത് സത്യമായ ദൈവപുത്രനാണ്. അവനെ പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരുപറ്റം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, അവൻ സത്യമായും ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നുണ്ട്. ലോങ്കിനോസ് എന്ന് പറയുന്ന ആ പടയാളി കർത്താവിൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് ചോരയും വെള്ളവും വന്നു. ചോര ജീവൻ്റെ അടയാളമാണ്, ജലം അത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. വചനം പറയുന്നുണ്ട്, ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അതായത് ഈ ചോരയും ജലവും വീഴുന്നത് ഒറ്റക്കണ്ണനായ ഈ ലോങ്കിനോസ് എന്ന് പറയുന്ന പടയാളിയുടെ കണ്ണിലേക്ക്. ആ സമയത്ത് അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവൻ സത്യമായ ദൈവപുത്രനാണ്. യോഹന്നാൻ 13 പറയുന്ന പോലെ അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്നൊരു സംഭവമാണ്. ഈ കർത്താവിൻ്റെ തുറക്കപ്പെട്ട വിലാവ് അല്ലെങ്കിൽ ഹൃദയം, അത് പിന്നീട് ഒരിക്കലും അടയ്ക്കപ്പെട്ടിട്ടില്ല, അതിന്നും തുറന്നിരിക്കുകയാണ്. അതാണ് ഓരോ പരിശുദ്ധ കുർബാന സമയത്തും ഈ കർത്താവിൻ്റെ രക്തവും ജലവും സഭയിലേക്ക്, ദിവ്യരഹസ്യങ്ങളിലേക്ക്, കൂദാശകളിലേക്ക് ഒഴുകപ്പെടുക. ഓരോ കൂദാശകൾ സഭ പരികർമ്മം ചെയ്യുമ്പോഴും ഈ അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കണം. ഇതിന് പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ മഹാകാരുണ്യം. ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഒരുവൻ തൻ്റെ ജീവിതം സമർപ്പിച്ചാൽ അനുഗ്രഹം കിട്ടും. ഏറ്റവും വലിയ അഭിഷേകമാണ് ദൈവകാരുണ്യത്തിൻ്റെ. ഈ നാളുകളിൽ സഭയിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവകരുണയുടെ പ്രാർത്ഥന. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരുപാട് പേര് ചൊല്ലുന്നുണ്ട്. വളരെ പവർഫുള്ളായ പ്രാർത്ഥനയാണ്. അനേക മക്കൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്, ദൈവകരുണയുടെ ജപമാല ചൊല്ലിയപ്പോൾ അത്ഭുതമുണ്ട്. എന്താ അത്ഭുതം ഉണ്ടാകാൻ കാരണം എന്താ? സ്വർഗപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോമിശിഹായുടെ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ചെയ്തിട്ടുള്ള, ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഈശോയുടെ പീഡാസഹനങ്ങളെ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ കർത്താവിൻ്റെ പീഡ, നമുക്ക് വേണ്ടി പീഡകളേറ്റ് കുരിശിൽ മരിച്ച അവസാനത്തുള്ള ചോര വരെ നൽകിയ, ജീവൻ നൽകിയ, ആത്മാവിന് നൽകിയ ഈശോയെ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവമക്കളെ സഭ പ്രാർത്ഥിക്കുക, പിതാവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതേ പ്രാർത്ഥന ചൊല്ലണം. അതായത് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ ഫൗസ്തീനയിലൂടെയാണ് നമ്മുടെ കർത്താവ് ഈ വലിയ രഹസ്യം സഭയ്ക്ക്, ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. വലിയൊരു രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. എൻ്റെ മഹാകരുണയിൽ ആരെല്ലാം ശരണപ്പെടുന്നു അവർക്കെല്ലാം വിടുതല കിട്ടുമെന്നാണ് പറയുന്നത്. പൈശാചിക ബന്ധനം അഴിഞ്ഞു പോകും, രോഗങ്ങൾ വിട്ടുപോകുമെന്ന് പറയുന്നത്. അഭിഷേകം കിട്ടും, പ്രാർത്ഥന അഭിഷേകം കിട്ടും, ദൈവത്തിന് വിശുദ്ധി കിട്ടും. ഏറ്റവും വലിയ വിശുദ്ധി കിട്ടുക. നമുക്ക് നഷ്ടപ്പെട്ടത് വിശുദ്ധിയാണ്. പാപത്തിൻ്റെ ഏറ്റവും വലിയ പരിണത ഫലം എന്താ? നമുക്ക് വിശുദ്ധി നഷ്ടപ്പെടുക, നമുക്ക് സന്തോഷം നഷ്ടപ്പെടുക, ആനന്ദം നഷ്ടപ്പെടുക, വിടുതൽ കിട്ടുന്നില്ല, വളർച്ച കിട്ടുന്നില്ല, ആ ബന്ധനം അഴിഞ്ഞു പോകും. ശരിക്കും ഈ നമ്മൾ ദൈവത്തിൻ്റെ മഹാകരുണയിൽ ആശ്രയിച്ചാൽ. ഫൗസ്തീനയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ദിവസം വിശുദ്ധ ഫൗസ്തീന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് സന്ദേശം കൊടുക്കുക, ലോകത്തുള്ള മുഴുവൻ മാരകപാപികളെയും എൻ്റെ കരുണക്കടലിലേക്ക് നീ കാഴ്ചവെക്കുക, ഞാൻ അവരെ വിശുദ്ധീകരിക്കും, ഞാൻ അവരെ രക്ഷിക്കും എന്ന് പറയുക. അപ്പോൾ ഇവള് അനേകം 10,000-കണക്കിന് ആത്മാക്കളെ, വ്യക്തികളെ, പാപത്തിൽ മരിച്ചു പോയിട്ടുള്ള, പാപത്തിൽ ജീവിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരുണയിലായിട്ട് സമർപ്പിക്കുന്ന ഒരു സിമ്പിളായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇവിടെയൊക്കെ വേണ്ടത് വിശ്വാസമാണ്.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ വിശ്വാസത്തോടെ ഈ മകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ കുറേ തിന്മയുടെ ശക്തികൾ ഈ മകൾക്ക് ചുറ്റുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നതും ആ മകൾ അവരെല്ലാവരും കൂടെ ഈ ഫൗസ്തീനോട് പറയുന്ന വാക്കുണ്ട്, നീ ഞങ്ങളെ അനേകരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവൾ ഈശോയുടെ കരുണയിലേക്ക് അനേക ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ, പങ്കിലമായ പാപം നിറഞ്ഞ ഹൃദയങ്ങളെ, ആത്മാക്കളെ കർത്താവിന് സമർപ്പിച്ചവൾ ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക്, ഈശോയുടെ രക്തം, ഈശോയുടെ ജലം ആ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിട്ട് അതിലുണ്ടായിരുന്ന ആ ഹൃദയങ്ങളുള്ള പിശാചുകൾ പുറത്തുപോയി, തിന്മയുടെ ശക്തി പുറത്തുപോയി. അങ്ങനെ അവരെ രക്ഷിച്ചെടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും പ്രശ്നമാട്ടെ, ഏത് മാരകഭാവിയാട്ടെ, ആ വ്യക്തിയെ നിങ്ങൾ ദൈവത്തിൻ്റെ മഹാകരുണയിൽ ഒന്ന് സമർപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ട് കിട്ടും. നമ്മുടെ ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ശരിക്കും ആദ്യം ഞാൻ എടുത്തു വെക്കുന്നത്, കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവകരുണയുടെ ചിത്രമാണ് എടുത്തു വെച്ചത്. ആ ദൈവകരുണയുടെ ചിത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. ഒന്നുമില്ലായ്മയും തുടങ്ങുമ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരുപാട് വിഷമഘട്ടം വരുമ്പോൾ ദൈവം അനുഗ്രഹിക്കുക, രോഗികളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും, വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടുക. ഇവിടെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നുണ്ട്. ഈ കരുണയുടെ ചിത്രം എടുത്തു വെച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വെള്ളിയാഴ്ച ഉണ്ടായ ഒരു വലിയൊരു അത്ഭുതം സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. 10 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന ഒരു മകളെയും കൂട്ടി, ഒരു സഹോദരിയും കൂട്ടിക്കൊണ്ട് ആ ആളുടെ ഭർത്താവ് വരികയാണ്. ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് എൻ്റെ മുറി കൊണ്ടുവന്നിട്ട് ഞാൻ 2-3-4 കസേരകൾ അത് ചേർത്തിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ മകളെ കയറ്റി കിടത്തിയത്. ഈ അമ്മയുടെ മകനും മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് കൂട്ടത്തിൽ. ആ സമയത്ത് ഇവിടെ ഉച്ചസമയം 12 സമയത്ത് പ്രാർത്ഥന നടക്കുകയാണ്, കുർബാന നടക്കുക. കുർബാനയിൽ ഞാൻ കുർബാന അർപ്പിച്ചു. ആ സമയത്ത് ഇവർ എൻ്റെ മുറിയിൽ, എൻ്റെ ചെറിയൊരു മുറിക്കകത്ത് ഇവരിങ്ങനെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയും, ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാൽ അച്ചട്ടായിട്ട് ദൈവം പ്രവർത്തിക്കും. പക്ഷെ വിശ്വാസം വേണം, വിശ്വാസത്തോടെ വേണം. ഈ സംഭവിക്കുന്നത് നാം തിരിച്ചറിയണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ചങ്ക് തുറന്ന് ചോരയും ജലവും ആത്മാവും ജീവനുമാണ് നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് അതാണ് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുർബാന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറി ചെല്ലുമ്പോൾ ഈ മകളിങ്ങനെ അവശയായിട്ട് 50-ഓളം വയസ്സ് പ്രായമുണ്ട്, വളരെ വിഷമിച്ച് ക്ഷീണിച്ചിങ്ങനെ കിടക്കുക, അല്ലാണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടം വരെ വന്നത്? ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല, പിന്നെന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം? അവൻ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കൊരു അറിവ് കിട്ടി. ഞങ്ങളുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇവിടെ ദൈവകരുണയുടെ പ്രാർത്ഥനയുണ്ട്, കർത്താവിൻ്റെ കൃപ ഒഴുകുന്ന സ്ഥലമാണ്, നിങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടതാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ വിശ്വാസമുണ്ടോ? ദൈവകരുണയിലും ഈശോയിലും നല്ല വിശ്വാസമാണെങ്കിൽ എങ്കിൽ ഞാൻ ഈശോയുടെ നാമത്തിൽ പറയാം, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകള് പതുക്കെ ഈ മകള് കൈകൾ ചലിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ഭയപ്പെടാൻ തുടങ്ങി, എന്തൊരു സംഭവം നടക്കുന്നത്. മരിയൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ കൃപയുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ സംഭവം ഇതാണ്. ഈ മകൾ ഉടനെ പതുക്കെ ഈ കസേര പതുക്കെ കൈവിറച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ അടുത്ത ഈ കസേരയുടെ പിടിച്ചു പതുക്കെ അതും എഴുന്നേക്കാൻ നോക്കുക. അപ്പം ഇവർ ആളുകൾ പിടിക്കാൻ, ഞാൻ പറയും, ആരും പിടിക്കേണ്ട, തന്നെ എഴുന്നേക്കട്ടെ. തന്നെ ആൾ എഴുന്നേറ്റ് നിലത്ത് കാലുകുത്തി, ശേഷം പതുക്കെ എന്നിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് 10 വർഷത്തിന് ശേഷമാണ് എഴുന്നേറ്റിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ മുറിക്കൊണ്ട് ഓടുകയാണ്. ഈ വലിയ അത്ഭുതം ഉണ്ടായപ്പോൾ ഇവർ കാറുന്ന ശബ്ദം കേട്ട് ആളുകളെല്ലാം എൻ്റെ മുറിയോട്ട് കയറി വരുമ്പോൾ എല്ലാവരും കണ്ണുകൊണ്ട് കാണുകയാണ് ഇയാൾ സുഖപ്പെട്ട് നിൽക്കുന്നത്. ഇയാൾ തിരിച്ച് നടന്നാണ് കയറിപ്പോയിട്ട് ഒരു ബസ്സിന് കയറി, അല്ല അവർ വന്ന വണ്ടിക്ക് അത് തിരിച്ച് കയറി പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു സംഭവം ഇവിടെ സംഭവിച്ചെന്താ? ദൈവകരുണയുടെ മഹാത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും ഈ അടയാളങ്ങളോട് ദൈവം കാണിച്ചു തരുന്നത്, അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നത് ഇത് അത്ഭുതമല്ല. അനേക ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു തിന്മ നിറഞ്ഞ വ്യക്തിയുണ്ട്, എത്ര പറഞ്ഞാലും കേൾക്കില്ലാത്ത വ്യക്തി, പാപത്തിന് അടിമപ്പെട്ട വ്യക്തി, തർക്കുത്തരം പറയുന്ന വ്യക്തി, ദൈവനിഷേധിയായ വ്യക്തി, യുക്തിവാദിയായ വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കുക. ഈ ദൈവകരുണയുടെ ചിത്രം ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് ഒന്ന് എളിമയോടൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. മറ്റു ചോദ്യങ്ങളും വേണ്ടാത്ത ബുദ്ധിയിലുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് എളിമയോടൊന്ന് പ്രാർത്ഥിച്ച്, ശരിക്കും പ്രാർത്ഥിച്ച് ഒരു 10-30-40 ദിവസം ഒന്ന് പ്രാർത്ഥിച്ച്, ദിവസം പറ്റുമെങ്കിൽ 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ച്, ഏറ്റവും നല്ലത് പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയത്ത്, രാവിലെ നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാനയുടെ സമയത്ത് കരുണയുടെ ഈ പ്രാർത്ഥന മനസ്സുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി കിട്ടും, തിരിച്ചു കിട്ടും. ആ മകനെ തിരിച്ചു കിട്ടും, ആ മകളെ തിരിച്ചു കിട്ടും. എത്ര ബന്ധനത്തിൽ കഴിഞ്ഞ വ്യക്തിയാണ് ശരി, ധൈര്യമുണ്ട് ഇത് പറയാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ അതുപോലെ അനുഭവമുണ്ട്, വിശ്വാസത്തിൻ്റെ ശക്തമായ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവകരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. എനിക്കറിയാം, എൻ്റെ ചില സ്നേഹിതർ അവർ ദൈവകരുണയുടെ ഗ്രോട്ടോയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് അവർ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. അവരിലൂടെ ഇപ്പോൾ 1000-കണക്കിനല്ല 10,000-കണക്കിന് മക്കൾ കർത്താവിൽ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ ബന്ധനം അഴിഞ്ഞു പോകുക.
അത്ഭുതം സംഭവിക്കുക. വലിയ ബന്ധനത്തിൽ തെറ്റായ ചിന്തകൾ, പാപത്തിൻ്റെ ചിന്തകൾ, ലൗകിക ചിന്തകൾ, അതായത് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, പാപത്തിൽ ജീവിച്ചാലും കുഴപ്പമൊന്നും, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ ജീവിച്ചില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണോ, മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ ജീവിക്കണം, ആസ്വദിക്കണം എന്ന് പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയിട്ട് അവസാനം ജീവിതം തകർന്നു, കുടുംബം തകർന്നു, എല്ലാം തകർന്നു. എന്നിട്ട് അങ്ങനെ കഴിയുന്ന മക്കളെ വീണ്ടെടുത്തത് അവർ ഇറങ്ങി നടന്ന് വലിയ വചനപ്രഘോഷണമോ സുവിശേഷ പ്രഘോഷണമോ ഒന്നും നടത്തിയിട്ടല്ല. എനിക്കറിയാം, ഇതൊന്നും നടത്തിയിട്ടല്ല. അവർ അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അവർ ദൈവകരുണയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഒരു എണ്ണത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് കരുണയ്ക്കായിട്ടങ്ങ് പ്രാർത്ഥിക്കും, ദൈവമേ കരുണയായിരിക്കണമേ. അതുപോലെ ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ അവർ തിരി കത്തിച്ചുകൊണ്ട് ദൈവമേ കരുണയായിരിക്കണമേ പ്രാർത്ഥിക്കും. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന സമയത്ത് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. വിശുദ്ധ കുർബാനയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിഷേകം കിട്ടുന്ന വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ അനുഭവം എന്താണ്? ആയിരക്കണക്കിന് മക്കൾ പാപത്തിൻ്റെ അടിമത്തുനിന്ന് കരകയറി, ബന്ധനത്തിന് കരകയറിപ്പോയി, അവരുടെ മേലെ ചങ്ങലകൾ പൊട്ടിപ്പോയി, അന്ധകാരം വിട്ടുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളോട് ഈശോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ ദൈവ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കൊടുക്കും. നിങ്ങൾ പേടിക്കേണ്ട. പഠിക്കുന്ന കുട്ടികൾ കരുണയുടെ ജപമാല, കരുണയുടെ ഈശോയുടെ പിക്ചർ അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം വേർറ്റൊന്നുമില്ല. അതിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ ഈശോയുടെ ചങ്ക് തുറന്നിരിക്കുക. പിളർക്കപ്പെട്ട തിരുവിലാവ്, ആ തുറന്നിരിക്കുന്നത് നിന്ന് ജീവനും ആത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുക. നിലച്ചിട്ടില്ല, അത് ലോകാവസാനം ഒരു ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ആരുടെ മേലാണ് ഒഴുകുന്നത്? അനുദപിക്കുന്ന മാരക പാപിയുടെ മേൽ ഒഴുകുക. നമ്മൾ ആരെയെല്ലാമാണോ ആ നീർച്ചാലിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോയി കുളിപ്പിക്കുന്നത്, അവർക്കെല്ലാം കൃപ. നമ്മൾ ആർക്ക് വേണ്ടി എല്ലാമാണോ ദൈവകരുണയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അവർക്കെല്ലാം വിടുതൽ കിട്ടും. ഈ ഒരു വലിയ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകട്ടെ. സകലവിധ ബന്ധനങ്ങളും സകലവിധ കെട്ടുകളും സാത്താൻ്റെ പ്രവർത്തനങ്ങളും നമ്മെ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളും പ്രവർത്തിക്കട്ടെ. ദൈവകരുണയുടെ മഹാത്ഭുതങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് നേടിയെടുക്കണം, അനേക ജീവിതങ്ങളെ നേടിയെടുക്കണം. ഇന്ന് പാപത്തിന് അടിമവേല ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെ ദൈവത്തിൻ്റെ മഹാകരുണയിൽ സമർപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവകരുണ എന്നത് ഒരു വലിയ സമുദ്രമാണ്. ദൈവം കരുണ കാണിക്കണം. അനുദപിക്കുന്ന പാപിക്ക് സൗജന്യമായി കൊടുക്കുന്ന ഒരു രക്ഷയാണിത്. സൗജന്യമായി കൊടുക്കുന്ന രക്ഷ. ആ രക്ഷയാണ് നമ്മൾ അനുദപിക്കുന്ന പാപിക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന രക്ഷ. അവന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എല്ലാവരും പറഞ്ഞു അവൻ നശിച്ചു പോകും, ഇവൻ നശിച്ചു പോകും, ഇവൻ്റെ കുടുംബം തീരും, ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവൻ തകരാൻ പോവുക. ഒരിക്കലും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മക്കൾ ധ്യാനത്തിൽ വരുമുണ്ട്. അവർ എന്താ വെച്ചാൽ ആര് നോക്കിയാലും നടക്കില്ല, അച്ഛനല്ല ആര് നോക്കിയാലും ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവൻ അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിയാ. അപ്പോൾ വചനം എൻ്റെ മനസ്സിലുണ്ട്, ഹൃദയത്തിൽ വലിയ വചനമുണ്ട്. നല്ല കള്ളനോട് ദൈവം കരുണ കാണിച്ച വചനം. നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവിനെ നോക്കിക്കൊണ്ട്, അവനാണ് ആദ്യത്തെ ദൈവത്തിൻ്റെ കരുണ കിട്ടിയതിൽ ഏറ്റവും വലിയ അനുഭവം കിട്ടിയൊരു വ്യക്തിയാണ് നല്ല കള്ളൻ. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ അങ്ങ് രാജ്യത്തിലായിരിക്കും, എന്നെ കൂടി ഓർക്കണമേ. ഈശോ കൊടുത്ത മറുപടി എന്താ? ഇവർ ഓർക്കുമെന്ന് മാത്രമല്ല ഈശോ പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലേക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകുക. അതായത് വെറുതെ അവൻ ആഗ്രഹം പുറപ്പെടുക, കർത്താവെ അങ്ങ് സ്വർഗത്തിലായിരിക്കും, എന്നെ ഒന്ന് ഓർത്താൽ മതി, ജസ്റ്റ് റിമെമ്പർ മീ ഓ ലോർഡ്. എത്ര ആവശ്യപ്പെട്ടു, പക്ഷേ കർത്താവ് ഓർക്കുകയല്ല, ഞാൻ നിന്നെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോവുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഒരു പാപിയെ ദൈവം രക്ഷിച്ച് തൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോവുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അത് ആ കൊണ്ടുപോകുന്ന വഴിയാണ് ഈ കരുണയുടെ വഴി, കൃപയുടെ വഴി, അഭിഷേകത്തിൻ്റെ വഴി. ഈ കൃപയുടെ വലിയ നീർച്ചാലിലേക്ക് ദൈവം നിങ്ങളെല്ലാവരും കൊണ്ടുവരട്ടെ. ഇന്ന് ശുശ്രൂഷ പങ്കെടുത്ത മുഴുവൻ മക്കളിൽ നിന്നും ഈ ബന്ധനം കഴിയട്ടെ. ഇന്ന് അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു, മുട്ടുമെന്നുകൊണ്ട് കൈവിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവ കരുണയെ മനസ്സിൽ, കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ആ തുറന്നിരിക്കുന്ന തിരുവിലാവ് അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവപിതാവിനോട് ഈ ലോകത്തിന് വേണ്ടി ക്ഷമ ചോദിച്ചുകൊണ്ട്, മാപ്പ് ചോദിച്ചുകൊണ്ട്, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, പൂർവികർക്ക് വേണ്ടി ഒക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ലൂക്കാ 18:9 മുതൽ 14 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമ്മളവിടെ കേൾക്കുന്നുണ്ട്. പരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ ചെല്ലുന്നു. പരിസേയൻ നിന്നുകൊണ്ട് വചനം പറയുന്നു, പരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ പരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ദൈവകാരുണ്യം വലിയ രഹസ്യമാണ്. അതാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുന്നു, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. പരിസയൻ
അഹങ്കാരത്തോട് സംസാരിക്കുന്നു. ഞാനെല്ലാം തികഞ്ഞവനാ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, വിശുദ്ധിയുള്ളവനാ, എനിക്കൊരു കുറവുമില്ല, നല്ല ദൈവഭക്തിയുള്ളവനാ, എല്ലാ കാര്യങ്ങളും നല്ല ക്രമമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അവൻ പറയാണ്, ഈ ചുങ്കക്കാരനെ പോലല്ല, മറ്റു പാപികൾ ലോകത്ത് നടപ്പുണ്ട് അവരെ പോലല്ല ഞാൻ നല്ല അഭിഷേകത്തിൽ പോകുന്ന വ്യക്തിയാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ പറഞ്ഞു അവന് കൃപ കിട്ടുന്നത്, കരുണ കിട്ടുന്നില്ല. കരുണ കിട്ടുന്നത് ചുങ്കക്കാരനാണ്. കാരണം എന്താ? അവൻ തൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, തലയുയർത്തി നോക്കാൻ പോലും, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നോക്കാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. ഉടനെ വചനം പറയുന്നുണ്ട്, ആ ചുങ്കക്കാരൻ പരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഭവനത്തിലേക്ക് പോയി. അവൻ നീതീകരിക്കപ്പെട്ടു. ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവൻ രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്, രക്ഷപ്പെടുന്നതാണ്. ഇത് തന്നെയാണ് ബർത്തമയൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ. അവൻ വഴിയരിയിലിരിക്കുമ്പോൾ അവനും വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അടുത്തുള്ള ആളുകൾ അവരോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ അവൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ വചനമുണ്ട്. അവനെ പിന്നീട് ഈശോ വിളിക്കുന്നുണ്ട്. വിളിച്ചതനുസരിച്ച് ആളുകൾ വന്നിട്ട് ഇവനെ എടുത്തുകൊണ്ട് ഇവനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവൻ കുതിച്ചാട് ഈശോയുടെ അടുത്ത് ചെല്ലുന്നു. ഈശോ ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവൻ പറയുന്നുണ്ട്, എൻ്റെ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരിക്കലും ഇവന് കാഴ്ചയുള്ളവനായിരുന്നു, അവനെല്ലാം കാണാൻ കഴിവുള്ളവനായിരുന്നു. ഇവൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവനറിയാം, വീണ്ടും എനിക്ക് ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ കൃപ, ഞാൻ നഷ്ടപ്പെടുത്തിയ ഇവിടുത്തെ വിശുദ്ധി, ഞാൻ നഷ്ടപ്പെടുത്തിയ ദൈവഭയം, ഞാൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിൻ്റെ മഹാകരുണയിൽ ഞാൻ ആശ്രയിക്കണം. അതുകൊണ്ടാണ് അവൻ നിലവിളിച്ച് പറയുക, നിലവിളിച്ച് വളരെ ശബ്ദമുയർത്തി, ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ പ്രാർത്ഥിക്കുക. അവൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥന. അതായത് സ്വയം ന്യായീകരിക്കാതെ, ഞാൻ നല്ലവനാ, മിടുക്കനാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വലിയ കുടുംബത്തിൽ പറഞ്ഞതാ, എനിക്കെല്ലാം അറിയാം, എനിക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഞാൻ ദശാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ്, ഒരുപാട് പരോപകാര പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു പ്രവർത്തികൾ ഒത്തിരി നല്ല ചെയ്യുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ദൈവമേ നീ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഒരു പരിസേനെ പോലല്ല ഇവനോട് നിൽക്കുന്നത്. മറിച്ച് അനുതാപത്തിൻ്റെ, ദൈവമേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ തെറ്റുകാരനാണ്, ഇനി നിൻ്റെ മഹാകരുണയാ എന്നെ നേടിയെടുക്കാൻ പോകുന്നത് എന്നവൻ മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഫലമാ അവൻ്റെ കണ്ണ് തുറക്കപ്പോൾ അത്ഭുത രോഗശാന്തി കിട്ടുകയാ. അതെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഇന്ന് ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ഈ ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടെ അല്ല, ഈ പറഞ്ഞ ബർത്തിമേയുസിനെ പോലെ ആത്മാർത്ഥമായിട്ട്, അതുപോലെ നല്ല കള്ളനെ പോലെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തന്ന്, ദൈവമേ ഞാൻ പാപിയാണേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായ ദൈവിക ജീവനും പരിശുദ്ധാത്മാവും ലഭിക്കും. വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, അത്ഭുതം ഉണ്ടാകും, ബന്ധനം അഴിഞ്ഞു പോകും, ആ കുടുംബത്തിലെ ബന്ധനം അഴിയും, തലമുറകളുടെ ബന്ധനം അഴിയും, സാത്താൻ്റെ കെട്ടഴിഞ്ഞു പോകും. അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം കിട്ടും, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മഹാദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നത് അത് അനുഗ്രഹമായിട്ട് കാണാം. ഈ നാളുകളിൽ ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോൾ അവകാശവാദമായിട്ട് പോകരുത്. ദൈവം നീതിമാനാ, ദൈവം കരുണ്യവാനാ, നീതിവാനും കാരുണ്യവാനാ, ന്യായാധിപനുമാണ്, കരുണയുള്ളവനുമാണ്. അഹങ്കാരത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതെങ്കിൽ നിനക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ നീതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം, അതാണ് നീതിവിധി. എന്നാൽ കരുണ അത് ദൈവത്തിൻ്റെ ദയയാണ്, അത് പാപിക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. അവനോട് ദൈവം അനുകമ്പ കാണിക്കുക, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ദൈവം പരിഗണിക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിന്റെ പഴയ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് പറയുന്നതിനിപ്പോൾ മായ്ച്ചു കളയുന്നതിനിപ്പോൾ അത് അനുദപിക്കുന്ന പാപിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്, കൃപയാണത്. ആ കൃപ ഈ നാളുകളിൽ നമ്മൾ നേടിയെടുക്കുന്നില്ല എങ്കിൽ സാത്താൻ നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടും, നമ്മുടെ മക്കളെ വേട്ടയാടും, നമ്മുടെ ജീവിതങ്ങളെ വേട്ടയാടും, നമ്മുടെ ആത്മാവ് പോലും നാശത്തിൻ്റെ വഴിയിലൂടെ പോയെന്ന് വരാം. അതുകൊണ്ട് ഈ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ മഹാകരുണയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ സംഭവിക്കും. ഈ വിശ്വാസം, അതായത് ഓരോ കരുണയുടെ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം,
ആ അവസാന മണിക്കൂർ അവൻ്റെ ചങ്ക് തുറന്നിരിക്കുന്ന ആ നിമിഷം, ലോകത്തിൽ അത്ഭുതങ്ങളുണ്ടായ സംഭവം, വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച ആ മണിക്കൂർ, ഭൂമി കുലുങ്ങിയ സമയം, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ട സമയം, മരിച്ച ഉയർത്തെഴുന്നേറ്റ സമയം, അനേകരും മാനസാന്തരപ്പെട്ട സമയം, അതായത് ലോങ്കിനോസ് ഒറ്റക്കണ്ണനായ, അതായത് അന്ധത ബാധിച്ച അവൻ്റെ കണ്ണ് കാഴ്ച കിട്ടിയ സമയം. ഈ സമയമാണ് ദൈവകരുണയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ വ്യക്തിക്കും അനുഭവമാകാൻ പോകുന്നത്. ദൈവകരുണയുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരാൾ മുട്ടുകുത്തുമ്പോൾ ഈ സമയമാ കർത്താവിൻ്റെ പീഡാസഹനത്തിന്, മരണത്തിൻ്റെ സമയം, കൃപയൊഴുകിയ സമയം. ആ സമയം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്ത് സംഭവിക്കട്ടെ യേശുനാമത്തില്. പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ. അന്ധയാചകൻ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്ര യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. മാതാപിതാക്കളോട് കരുണയായിരിക്കണമേ. സഹോദരങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അങ്ങേ മറന്നു ജീവിക്കുന്ന മക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, കഴിഞ്ഞ തലമുറകളുടെ മേൽ കരുണയായിരിക്കണമേ. കൊലപാതകങ്ങൾ, ഗർഭഛിദ്രങ്ങൾ, മാരക പാപങ്ങൾ, ജഡിക പാപങ്ങൾ, ദൈവനിഷേധങ്ങൾ, സഭാ നിഷേധങ്ങൾ നടത്തി പാപത്തിന് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ഇങ്ങോട്ട് വലിയ കൃപ, അദൃശ്യമായ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ കൃപ ആ വ്യക്തികളുടെ മേൽ, ആ കുടുംബങ്ങളുടെ മേൽ ഇപ്പൊ തന്നെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകണമേ. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ കൃപ കൊടുക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ, കുടുംബത്തിലെ ബന്ധനം അഴിയട്ടെ, മക്കളുടെ മേലുള്ള സാത്താനൊരു സൈന്യങ്ങൾ വിട്ടുപോകട്ടെ, ആ വീടിന് മേലുള്ള കെട്ടുകൾ അഴിയട്ടെ, എല്ലാവിധ രോഗങ്ങളും വിട്ടുപോകട്ടെ, പ്രാർത്ഥനയുടെ തടസ്സം മാറട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ, സ്തുതിക്കാൻ കൃപ ലഭിക്കട്ടെ, ക്ഷമിക്കാൻ കൃപ ലഭിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം മാറട്ടെ. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഈ നിമിഷം ഈ ലോകത്ത് സംഭവിക്കട്ടെ. ഈ ദിവ്യകാരണത്തിന്റെ ശക്തി, ഈ പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, കർത്താവിന്റെ തിരുവിലാവിൽ ഒഴുകുന്ന തിരുജലത്തിന്റെയും തിരുരക്തത്തിന്റെയും ശക്തി അന്നയുമായിട്ട് അവർക്ക് അനുഭവമായി തീരട്ടെ. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. ഞങ്ങൾ എളിമയോട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, സ്തുതിക്കുന്നു ദൈവമേ. നന്ദി കർത്താവെ, കോടാനുകോടി നന്ദി, കോടാനുകോടി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. കോടാനുകോടി നന്ദിയും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ തരുന്നതിനോട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിലെല്ലാം സാത്താന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയത്തിന്റെ ബന്ധനം അഴിയട്ടെ. കർത്താവേ, ഇവരുടെ യാചനകൾക്ക് ഉത്തരം കൊടുക്കണമേ. ഈ സമയത്ത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ അവിടെ അനുഗ്രഹിക്കണമേ, കൃപ കൊടുക്കണമേ. യേശുവേ, ഏറ്റെടുക്കണമേ. ഓരോ മകളെയും അവരുടെ പ്രശ്നങ്ങളെ, ആവശ്യങ്ങളെ കർത്താവേ ഏറ്റെടുക്കണമേ. മനസ്സ് തകർന്നു പോയ ജീവിതങ്ങൾ, ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾ, തകർന്നു പോയ ജീവിതങ്ങൾ, മനപ്രയാസത്തിൽ കഴിയുന്ന ജീവിതങ്ങൾ, നിരാശയ്ക്കടിമപ്പെട്ട മക്കൾ ഈശോയെ ഏറ്റെടുക്കണമേ. കർത്താവേ, വഴി കാണിച്ചു കൊടുക്കണമേ. ദിവ്യകാരുണ്യമേ, കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രകാശം, ദിവ്യമായ പ്രകാശം കൊടുക്കണമേ. അത്ഭുതങ്ങൾ ഇന്ന് തന്നെ ഇവർ അനുഭവിക്കട്ടെ. ഈ ദിനങ്ങൾ അങ്ങയുടെ കൃപ അത് അനുഭവമാകത്തിരട്ടെ. അനേകരുടെ മുമ്പിൽ കർത്താവേ, നിന്റെ വചനത്തിന് സാക്ഷ്യം
പറയുവാൻ തക്കവണ്ണം അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ.